ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷം കേട്ടോ. അങ്ങനെ 2 ദിവസത്തിന് ശേഷം തോമു സ്കൂളിലേക്ക് പോകാൻ പുറപ്പെട്ടു. പാച്ചു അവിടെയാണ്, മുനമ്പത്താണ്. മിക്കവാറും നാളെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം 2 ദിവസം കഴിഞ്ഞാൽ മറ്റന്നാളാന്ന് തോന്നുന്നു അവർക്ക് മറ്റേ ഇതിൻ്റെ ഡേ ആണ്, ഫോട്ടോസൊക്കെ എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിന് എന്തായാലും മാം വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിട്ട്, മറ്റന്നാളാണ്, അപ്പോൾ അത് മിക്കവാറും നാളെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ തോമുട്ടൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്, ഇപ്പോൾ ഇങ്ങനത്തെ ഇത് ഫാഷനാണല്ലോ, ചുരിദാറായാലും കോഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ആ കുട്ടികൾക്ക് ഇട്ടാൽ തോമുവിനും ഉണ്ടായിരുന്നു, പാച്ചുവിനും ഉണ്ടായിരുന്നു. പാച്ചുവിനൊക്കെ പ്ലെയിനാണ് അധികം കിട്ടിയത്, എന്നാലും ഇങ്ങനത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുള്ള കളർ ഇട്ടോ, പിങ്ക്, ചെറുതായി തോമുവിന്. അപ്പോൾ ഞാൻ പറയാമായിരുന്നു നല്ല ഭംഗിയുണ്ട് തോമു എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കൊറിയർ വന്നത്. അപ്പോൾ ഡിവൈൻ റിട്ടേൺ ആണെന്ന് വിചാരിച്ചിട്ട് മുകളിൽ പോയിട്ട് ഓടി എടുത്ത് വന്നപ്പോഴാണ് പറയണത് റിട്ടേൺ അല്ല, OTP ആണെന്നും. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് പോസ്റ്റോ കൊറിയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മെനക്കെടാട്ടോ. ഇവിടെ നിന്ന് അവിടം വരെ നടക്കണം. അത് കഴിഞ്ഞ് അതല്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് നടന്ന് വീണ്ടും അടുത്തത് എടുക്കണം. അപ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്യേണ്ടെന്ന് വെച്ചാലും ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികൾ, പ്രത്യേകിച്ച് ചാക്കോച്ചൻ, ഇറങ്ങി ഓടും അവൻ. അപ്പോൾ ഇപ്പം വീണ്ടുമ്പോൾ അക്കിരോടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുള്ള അങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഗേറ്റ് ലോക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് ഈ ഇവരൊക്കെ വരുമ്പോൾ ഗേറ്റ് തുറക്കാൻ പോകില്ലേ, അതൊക്കെ വലിയൊരു പണിയാട്ടോ. ഞാൻ പറയാറില്ലേ, എനിക്ക് ഏറ്റവും ദേഷ്യവും ഉള്ള പണിയാണിത്. വെയിലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ഇവരൊക്കെ യാത്രയാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കയറി ഞാൻ അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതെപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ ഡിവൈനാണ് എണീറ്റ് വരിക. അപ്പോൾ എനിക്ക് അങ്ങനെ രാവിലെ എണീറ്റ വഴിക്ക് കത്തിക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ ഏതെങ്കിലും, അതായത് എണീറ്റ് വന്ന് ഫ്രീ ആവുന്ന സമയത്താണ് ഞാൻ കിച്ചണിൽ കയറി കത്തിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഇതിന് എടുക്കണ്ടേന്ന്. വേറെ ഒന്നുമില്ല, ഞാൻ ഒരു നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചൊല്ലും. അതിങ്ങനെ എന്നെ ആ തിരി കെടുത്തിയിട്ട് പോരും. കാരണം ഇത് മറന്നിട്ട് പോന്നു കഴിഞ്ഞാൽ ഗ്ലാസ്സാണ് പൊട്ടിപ്പോവും. അപ്പോൾ എപ്പോഴും ആ ഒരു കൃത്യനിഷ്ഠ, ഇന്ന സംഭവം ഇത്ര സമയം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അത് അവസാനിപ്പിച്ച് പോരാൻ പറ്റും. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവിടെ തിരി കത്തിച്ചിട്ട്, അവിടെ ചന്ദന തിരി കത്തിച്ചിട്ട് എങ്ങനെയായിരുന്നു, അതുപോലെ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ദിവസം ഇതുപോലെ ഞാൻ മെഴുകുതിരി കത്തിച്ച സമയത്ത് ഗ്ലാസിൻ്റെ ജാറായിരുന്നു, അത് ചൂടായിട്ട് പൊട്ടി. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ പൊട്ടിയിരിക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ അത് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സമയമാണ്, ഇനി ചാക്കോച്ചൻ്റെ സമയമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ടോ. അപ്പോൾ അവന് പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്ന് കളിച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പോൾ നിന്ന് കളിക്കണം. അവന് ഇഷ്ടമുള്ള കുറേ പാട്ടുണ്ട്, കൂടത്തുള്ളു, പിന്നെ കുറേ ഉണ്ട്, അവൻ്റേതായ കുറേ പാട്ടുകളുണ്ട്. അതൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ പിന്നെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് എടുത്ത് കഴിയുമ്പോൾ മറ്റേ അക്കീനെ വിളിക്കും. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവനെന്താ പറയുക, ഈ ഉച്ച വരെ ഉള്ള ബഹളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവന് ദേഷ്യം വരും. കാരണം തോമു വരും, പിന്നെ നമുക്ക് അവനെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവന് ദേഷ്യം വരും. ഈ സമയമൊക്കെ അവൻ്റേതായ സമയമാണ് കേട്ടോ. അവൻ ഒറ്റയ്ക്ക് നിന്ന്, ഞാൻ പറയും അവൻ ഒറ്റയ്ക്ക് നിന്ന് വിലസുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ കളി കണ്ട് ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും കിച്ചണിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തുടക്കത്തിലിരുന്നു. ഡാഡിയുടെ ആവശ്യത്തിന് പോയി. അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും അവിടെ ഉണ്ടായാൽ മതി. അവൻ ആളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും ഒരാളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവനറിയില്ലല്ലോ, അവൻ ഇവിടെ നിന്ന് ചാടി അങ്ങട്, അവിടെ നിന്ന് ചാടി ഇങ്ങടൊക്കെ കിടന്ന് കളിച്ചിട്ടുള്ള കളിയും ബഹളമാണ്. അപ്പോൾ കുറേ പേര് പറയും കേട്ടോ, ചാക്കോച്ചനെ കാണാനായിട്ടാണ് ഞങ്ങൾ ഇരിക്കണേ എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ച് പേര് പറയും കുട്ടിയുടെ വീഡിയോസ് അങ്ങനെ ഇടായിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എങ്ങനെ വന്നാലും ഞങ്ങളുടെ വീഡിയോസിൽ കുട്ടികൾ വരാണ്ട് നിൽക്കില്ല. ആദ്യമൊക്കെ ഡിവൈൻ എപ്പോഴും സ്ട്രൈക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല. അപ്പോൾ ഇത് പുതിയ മാലകൾ പ്ലേറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള നമ്മുടെ പേസ്റ്റൽ കളേഴ്സിൻ്റെ ബീഡ്സാണ്, ഗ്രീനും പിങ്കും. ഇതിൻ്റെ തന്നെ നമ്മുടെ ആൻറ്റിക്കിൻ്റെ വളകളുണ്ട്, പിന്നെ ലെയറിൻ്റെ മാലയുണ്ട്. ഇത് കരിമണി മാല. അപ്പോൾ ഇതൊക്കെ എനിക്ക് രാത്രി പോസ്റ്റ് ചെയ്താൽ മതി, രാത്രി പാക്ക് ചെയ്താൽ മതി. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഞാൻ മാറ്റി വെച്ച്, ഇപ്പോൾ അത് ഇത്തിരി നേരത്തെയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യാനായിട്ട് വെച്ചത്. അതും ഇനി ബാക്കിയുള്ളത് നാളേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കാം.
അപ്പോൾ ഇത് പുതിയൊരു വള വന്നതാണ്. ഇത് തന്നെയുള്ളൂ, വേറെ ഇല്ല. ഇനി സ്പെയർ ചോദിച്ചാലും ഇല്ല. കോറലും ഗ്രീനും കൂടിയിട്ടുള്ള മിക്സ്. അപ്പോൾ ഈ 2 ഉള്ളൂ. അത് 2.6, ബാക്കിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നവരത്നത്തിൻ്റെ മോതിരങ്ങളാണ്. ഇത് ഫ്രീ സൈസാണ്, അതായത് അഡ്ജസ്റ്റബിൾ എന്ന് പറയാൻ പറ്റില്ല. ഇത് നടുക്കൊരു കട്ടിങ്ങാണ്. അപ്പോൾ കട്ടിങ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ തിക്കിയിടേണ്ട കാര്യം വരുന്നില്ലല്ലോ, അകത്തിടാവുന്നതുള്ളൂ. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നവരത്നത്തിൻ്റെ ഇത് ജെൻസിന് ഇടാൻ പറ്റിയതുകൊണ്ട് ലേഡീസിന് ഇടാൻ പറ്റിയത് ആമ. കുറേ പേരൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ആമ ലക്കി ആണെന്ന് പറഞ്ഞിട്ട് ഇടുന്നത്. ആമയുടെ മോതിരങ്ങൾ മിക്കവാറും ഒരുവിധം ആർട്ടിസ്റ്റുകളുടെ ഒരുവിധം പേരുടെ കയ്യിലുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കേണ്ടി തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആമ കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് നവരത്നം ഇടാൻ പേടിയുണ്ട്. അപ്പോൾ അത് ഈ നവരത്നം കുഴപ്പമില്ല. ഇത് നമ്മളുടെ അങ്ങനെ ഒറിജിനൽ കല്ലുകളൊന്നുമല്ല, അല്ലാണ്ട് ഗോൾഡിൽ കെട്ടുമ്പോഴാണ് ചില സമയത്ത്. ഇവിടെ ഡാഡിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്ക് കമ്മലായിരുന്നു, പിള്ളേർക്ക് 2 പേർക്കും ഡാഡിക്കും നവരത്നത്തിൻ്റെ മോതിരമായിരുന്നു. പക്ഷേ എവിടെയോ എന്തോ ചിലർക്കത് പറ്റില്ല, അങ്ങനെ അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തേട്ടോ. 3 പേരുടെയും അത് വേണ്ടാന്ന് വെച്ചാൽ, കാരണം ഈ ശംഖാവശത്തിൽ നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് പിന്നെ കമ്മലായിരുന്നു, കമ്മൽ ബോഡിയിൽ ടച്ച് ചെയ്യണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുത്തുകളും കാര്യങ്ങളൊക്കെ ഊരിയെടുത്ത് ആ കമ്മൽ ഉടച്ച് വേറെ പണിയേ ചെയ്തത്. എന്തോ ചില സമയത്ത് ചിലർക്ക് പറ്റാറില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഞാനത് വിശദീകരിച്ച് പറയാൻ കാരണം കുറേ പേർക്ക് പേടിയുണ്ട് ഇത് നവരത്നം ഇടാനായിട്ട്. അത് ഇങ്ങനെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ, അതായത് അങ്ങനെയാണ് നമ്മൾ പണിയിക്കുക. അങ്ങനെ വരുമ്പോഴാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ 3 പേർക്കും പണിതത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ തൊണ്ടയിൽ നല്ല എന്താ പറയുക, മരുന്ന് കഴിച്ചിട്ട് എപ്പോഴും കിടക്കല്ല, കിടന്ന് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് സംസാരിക്കണ പോലെയാണ്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ്റെ അടുത്ത ഹോബി എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലാണ് പിന്നത്തവൻ്റെ പണി. ഇതൊക്കെ നമ്മുടെ അക്കിടോടന്ന് കിട്ടിയിട്ടുള്ള കളികളാണ് കേട്ടോ. അപ്പം ഞാൻ പറയും, ഓടിക്കോ, കുഴപ്പമില്ല, കഴിച്ച ഭക്ഷണമൊക്കെ ഒന്ന് ദഹിക്കട്ടെ, ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ മൂപ്പര് തന്നെ 1 2 3 പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ വന്നപ്പോൾ അവന് പാദസരം ഇടണം, മാലയിടണം, വളയിടണം, അങ്ങനെയുള്ള ബഹളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഓർണമെൻറ്റ്സ് ഇടാനായിട്ട്. അപ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, എന്നാൽ കിടക്കട്ടെ 2 പാദസരം എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ പാദസരം എടുത്ത് കാലുമ്പോൾ തള പോലെ ഞാൻ ഇട്ട് കൊടുത്തു. ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പോൾ അത് ഇട്ടിട്ടാട്ടോ മൂപ്പര് നടക്കണേ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ശരിക്കും പാദസരം നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ പാദസരമാണ് അത് കേട്ടോ. അപ്പം എനിക്കത് ഐഡിയ തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുട്ടി 2 പെയർ ഇത് വാങ്ങിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ശരിയാണല്ലോ, ഇത് കാലുമിടാലോ എന്നുള്ളത്. കുട്ടികൾക്ക് ഇടാമല്ലോ, കാലുമ്പോൾ ആൺകുട്ടികൾക്കായാലും ഇങ്ങനെ പാദസരയിലിട്ട് കഴിഞ്ഞാൽ അത് വട്ടനെ അവിടെ കെടുക്കും, തള പോലെ കെടുക്കും. അപ്പം ഞാൻ അത് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇടിയിച്ചത്. അപ്പോൾ എനിക്കിഷ്ടമായി, അവൻ്റെ കാലുമ്പോൾ കിടക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ശരി, ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട്. ബ്രേസ്ലെറ്റും ഈ പറഞ്ഞ പോലെ തള പോലെ ഇടാവുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ഉച്ചയിലത്തെ ആൾക്കാർ വന്നു, തോമും അപ്പയും കൂടി വന്നു. അപ്പോൾ അപ്പയാണ് കൊണ്ടുവരാൻ പോയത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡോണാണ് കുട്ടികളെ കൊണ്ടുവരാൻ പോണത്. അപ്പോൾ അവൻ ഫുൾ തിന്നു എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ ചാക്കോച്ചൻ വാവ് പറഞ്ഞിട്ട് വിട്ടേക്കാം ചേട്ടനെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് നമുക്ക് എപ്പോഴും സാധനങ്ങൾ കൊണ്ടുവിട്ടു. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവിടങ്ങളിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തെ സാധനങ്ങൾ 10-15 മിനിറ്റ് കൊണ്ട് എത്തും. അപ്പോൾ ഇതൊന്ന് സ്ട്രോബെറി കൊണ്ടുവന്നതാട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ആയിരുന്നു. അത് പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു. നമ്മൾ പുറമെ മോളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഡിവൈൻ്റെ വക ബിരിയാണി ആയിരുന്നു. എളുപ്പപ്പണിക്ക് ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച്, എനിക്ക് എന്താ പറയുക, തിന്നാനൊക്കെ വിശപ്പുണ്ട്, പക്ഷേ എനിക്ക് തിന്നാനങ്ങോട്ട് പറ്റണില്ല. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടം തോന്നുന്ന സാധനങ്ങൾ, മറ്റേ ഷുഗർ ഫ്രീയുടെ ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഹോർലിക്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് ക്ഷീണം വരാണ്ടിരിക്കുക. അപ്പോൾ ഡിമ്പിൾ തിരിച്ച് വിളിച്ച് പറഞ്ഞു, ഡിമ്പിളല്ല 2-3 പേര് പറഞ്ഞു, ഭക്ഷണം ശരിക്കും കഴിച്ചോളൂ, അല്ലെങ്കിൽ ക്ഷീണം വരും. അക്കി വിളിച്ച് പറഞ്ഞു ക്ഷീണം വരും, അതുകൊണ്ട് ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കടിച്ച് തിന്നാനായിട്ട് ഒരു സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പല രൂപത്തിൽ, അപ്പോൾ ഇത് ജ്യൂസ് അടിച്ചതാട്ടോ ഞാൻ. പേരയ്ക്കയും തണ്ണിമത്തങ്ങയും പിന്നെ ഒരു പീസ് ആപ്പിളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടിയിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായി അടിച്ച് മറ്റേ ജ്യൂസറിലാണ് ഇട്ടത്. അപ്പോൾ പിന്നെ അരിച്ച് വരുമല്ലോ,
വന്നപ്പോൾ നല്ല ഫ്രഷ് ജ്യൂസ്. അപ്പോൾ ഞാൻ അധികം മധുരമൊന്നും ഇട്ടില്ല. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ക്ഷീണം ഇല്ലാണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഫ്രിഡ്ജ് ഒതുക്കലായിരുന്നു ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി. കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാനൊന്ന് ഉഴപ്പി. അതായത് എനിക്ക് ഒന്നാമത് ഈ പറഞ്ഞ പോലെ വയ്യായ ഉണ്ടായിരുന്നു, പിന്നെ സമയം കിട്ടിയില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ഞായറാഴ്ച കണ്ടില്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തല പൊന്തിയ നേരത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കിടന്നാൽ ഞാൻ ആ കിടപ്പവിടെ എടുക്കും. അപ്പോൾ ഞാൻ ഓരോ ഭാഗം ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ നമ്മുടെ ചിക്കൻ ക്യൂബ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ വാങ്ങിക്കുക. മാഗിയുടെ വാങ്ങിച്ചിരുന്നു, എന്നാലും കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതാണ്. അപ്പോൾ അത് വാങ്ങി. അതിൻ്റെ ബോക്സാണ്, അതിൻ്റെ കുപ്പിയാണിത്. ഇതിനകത്താണ് കേട്ടോ അത് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ കുപ്പിയായി കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞോ എടുത്തോ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അതിന് അതാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബട്ടർ നോക്കി, ചീസ് സ്പ്രെഡ്, ചീസ് പൊട്ടിച്ചിടാനുള്ളതൊക്കെ പൊട്ടിച്ചിട്ടു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ബട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ബ്രെഡ് വാങ്ങി അതാണ് നാളെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ബട്ടർ പുറത്ത് വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ അത് പുറത്തും അകത്തും 2 ടെമ്പറേച്ചറിലാകുമ്പോൾ അത് പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പുറത്ത് തന്നെ സ്ഥിരം വെക്കണേന്ന് വെച്ചാൽ കുഴപ്പമില്ല. സോറി കേട്ടോ, ഞാൻ എണ്ണയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കണ്ണിങ്ങനെ അടഞ്ഞു പോവാണ്. അപ്പോൾ അതാണ് കേട്ടോ, സോറി. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ഒതുക്കി. അപ്പോൾ പാല് ഇപ്പം തോമുന് ഇളനാടിൻ്റെ പാല് കൊടുക്കുന്നുണ്ട്. നല്ല പാലാട്ടോ ഇളനാടിൻ്റെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഈ സെക്ഷനും കംപ്ലീറ്റ് ഒതുക്കി. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഒതുക്കിയപ്പോൾ തന്നെ എനിക്ക് കുറേ സമാധാനമായി. പക്ഷേ അടുത്ത കമ്പാർട്ട്മെൻറ്റ് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേറൊരു ദിവസം ഒറ്റയ്ക്ക് ചെയ്യാം. കാരണം എല്ലാതും പൊട്ടിച്ചിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഭാഗം അങ്ങോട്ട് ക്ലിയറാക്കി. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികൾ അലക്കാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവസാനിച്ചു. അപ്പോൾ ആ ഗ്യാപ്പിലാണ് കേട്ടോ, ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട ഗ്യാപ്പിലാണ് ഫ്രിഡ്ജ് ഒതുക്കാൻ തന്നത്. ഞാൻ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു പണി തുടങ്ങി വെച്ചിട്ട് അത് അവിടെ കിടന്ന് വാഷിംഗ് മെഷീനിൽ പ്രത്യേകിച്ച് അവിടെ വാഷ് ചെയ്ത് വരണ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ രണ്ടും അറ്റ് എ ടൈം എന്ന് പറയില്ലേ, ഒരേ സമയത്ത് അത് അങ്ങടെ കഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അലക്കണ ദിവസം മിക്കവാറും അങ്ങനെയാണ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പണി കണ്ടെത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തുണികൾ വേഗം ബക്കറ്റിലാക്കി. പക്ഷേ ഫ്രിഡ്ജ് ഒതുക്കിയതിൻ്റെ പകുതി പാത്രങ്ങൾ അവിടെ കിച്ചണിലുള്ള കാരണം ഞാൻ വിചാരിച്ചു ആദ്യം ഇവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം തുണി തോരയിടാമെന്ന്. കാരണം തുണി നമ്മൾ എന്ത് തന്നെ ആയാലും തോരയിടണം. പക്ഷേ ഇത് പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ കെടുക്കും. അപ്പോൾ ഇങ്ങനത്തെ പണികൾ നമ്മൾ ആദ്യം ചെയ്തിട്ട് നമ്മൾ എന്ത് തന്നെ ആയാലും ചെയ്യാണ്ട് പറ്റില്ല എന്നുള്ള സംഭവങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുക. കാരണം നമ്മൾ എന്ത് തന്നെ ആയാലും അത് ചെയ്യാണ്ട് കെടുക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്, അല്ലാണ്ട് തിരിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പണികൾ ബാക്കി വരില്ല. അതായത് ഇപ്പോൾ തുണി തോരയിടണം, നമുക്ക് എന്ത് തന്നെ ആയാലും തുണി തോരയിടണം. അങ്ങനെ നനഞ്ഞ തുണി എടുത്ത് വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ ബാക്കി വെച്ചിട്ട് ആ പണി അവിടെ ഇട്ടിട്ട് ബാക്കി പണികൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പണി എന്ത് തന്നെ ആയാലും നമ്മളത് ചെയ്തിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പണികൾ പടപടപടേന്ന് കഴിയും. തിരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ നാളെ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ആ പണി അവിടെ കെടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്ന് ഒതുക്കിയാൽ ശരിയാവില്ല. കാരണം ഇത് എല്ലാതും പൊട്ടിച്ചിടാനും ഒക്കെ ചെപ്പുകൾ മാറ്റിയിടാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നേക്ക് വെച്ച് ഈ ഭാഗം ഫുൾ അങ്ങോട്ട് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ചട്ടികൾ കുറേ 2-3 എണ്ണത്തിലൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വിചാരിച്ചു ആയം പോലെ ചെയ്യാമെന്നോ. അങ്ങനെ ഞാൻ ഈ തുണികളെടുത്ത് ബക്കറ്റിലാക്കി. അപ്പോൾ നിങ്ങൾ 4 ബക്കറ്റിൽ കാണുമ്പോൾ വിചാരിക്കും അത്രയും തുണി ഉണ്ടെന്ന് കേട്ടോ. ഇല്ല, ഒരെണ്ണത്തിൽ ചെറുവക സംഭവങ്ങളും ഒരെണ്ണത്തിൽ പാൻറ്റും നൈറ്റികളും, അങ്ങനെ 4 വെച്ചിട്ടാണ് ഞാൻ അവിടെ തുണി തോരയിടാനായിട്ട് പോവുക. അപ്പോൾ ഞാൻ തോരയിടുന്നതിന് മുമ്പ് ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. ഇങ്ങോട്ട് പോന്നപ്പോൾ നിങ്ങൾ അറിയാലോ, ഫ്രിഡ്ജ് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടി പാത്രങ്ങൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞ അതായത് നമ്മുടെ പെരുന്നാൾക്ക് കൊണ്ടുവന്ന വട്ടയപ്പം തൊട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് ഞാൻ ജ്യൂസ് അടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാച്ചുവിൻ്റെ ഒരു വീഡിയോ എനിക്ക് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ പണിയെടുക്കുമ്പോഴാണ് ഈ ഡിമ്പിളിനോടായാലും സംസാരിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ചാറ്റ് ചെയ്യുക ഞാൻ ഈ സമയത്താണ് കേട്ടോ. ഇങ്ങനെയുള്ള പണികൾ എടുക്കുന്നതിൻ്റെ ഇടയിലാണ്. അപ്പോൾ നമുക്കും നേരം പോവും, ബോറടിക്കില്ല. അപ്പോൾ പാച്ചുവിൻ്റെ ഒരു വീഡിയോ വന്നതാണ്. പാച്ചുവിന് ഫുൾ സംസാരമുണ്ട്, പക്ഷെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
കാരണം അവന് ആരോടാണ് ഇഷ്ടം, എന്താണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ പറയുന്ന സംഭവങ്ങളാണ്. കറക്റ്റ് കാര്യങ്ങളല്ല, അവൻ്റെ മനോഭാവത്തിലുള്ള കാര്യങ്ങൾ അവൻ പറയണതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ക്ലിയറായിട്ട് അവൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് അവൻ സംസാരിക്കുന്നത് കേൾപ്പിക്കാൻ വേണ്ടി എനിക്ക് ഡിംപിൾ അയച്ച വീഡിയോ ആണ്. എനിക്കും ഡാഡിക്കും അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മളങ്ങനെ അവൻ സംസാരിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയും അതിന് പറ്റില്ല, ആകെ ഒരു ബഹളല്ലേ ആവുക. അപ്പോൾ ഇപ്പോൾ അവൻ അവിടെ ആയിരിക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ്, ഡിംപിളിൻ്റെ കൂടെ ഒറ്റയ്ക്കാവുമ്പോൾ അവന് ഭയങ്കര വർത്താനാന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ അടുത്തുനിന്ന് നീങ്ങി പോവില്ല. ഇവിടെ ആകുമ്പോൾ അവന് എന്താ പറയുക, സ്വതന്ത്രമായിട്ട് മുറ്റത്തും ഒക്കെ ഇറങ്ങും. അവിടെ അവന് പറ്റില്ല, അവൻ പേടിയല്ല, അവനത് ശീലമില്ലാത്തത് കൊണ്ട് അമ്മയുടെ പിന്നിൽ നിന്ന് നീങ്ങിപ്പോവില്ല. ഒറ്റയ്ക്ക് അങ്ങനെ പുറത്തിറങ്ങി നിന്ന് കളിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ്റെ ജീപ്പും സൈക്കിളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ജീപ്പിലൊക്കെ ഇരുന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എൻ്റെ സ്വന്തം ജീപ്പാണ്, എൻ്റെ ജീപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര വാചകടി പോട്ടെ, ഭയങ്കര സംസാരമാണ് മൂപ്പർക്ക്. പിന്നെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം കളിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഇവിടുത്തെ മണ്ണല്ലല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു അലർജിയോ കാര്യങ്ങളോ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയും അധിക ഭാഗം മണ്ണിൽ ഇറക്കായിക്കോട്ടോ എന്ന് പറയും. അങ്ങനെ പക്ഷേ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് മണ്ണിൽ കോരി കളിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെ വർത്താനവും ചിരിയും കളിയും ബഹളവും. അപ്പോൾ ഞങ്ങൾക്കിത് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അയക്കാം. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഡിവൈനും പറയായിരുന്നു, അവൻ്റെ വീഡിയോ കണ്ടു വർത്താനം പറയണത് ഭയങ്കര ക്ലിയറായിട്ട് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയും, ഓരോ ചൊവ്വാഴ്ചകളിലാണ് ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവന്നിടുക. അപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാത്രിയിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഓരോ ചൊവ്വാഴ്ചയിലും ഓരോ പ്രത്യേകിച്ച് സംസാരത്തിൻ്റെ കാര്യത്തിൽ തമ്പുരാൻ അന്തോണീസ് പുണ്യാളൻ അത് കാണിച്ചു തരാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ക്ലിയറായിട്ട് ഓരോ കാര്യങ്ങൾ, അതായത് തോന്നിയ പോലെയല്ല, അവനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവൻ ആലോചിച്ച് അതിൻ്റെ ഓരോ മറുപടിയും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എപ്പോഴും എന്താ പറയുക, നമ്മൾ നന്ദി പറയാമെന്ന് പറയില്ലേ, തമ്പുരാനോട് 1000 നന്ദി പറഞ്ഞു കേട്ടോ. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 5 വർഷമായിട്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നാവ് എടുത്ത് വെക്കുന്നത് അന്തോണീസ് പുണ്യാളുടെ അവിടെ. അപ്പോൾ എന്നോട് പറഞ്ഞു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു വല്ല 1-2 വർഷം പാച്ചുവിനെ പ്രസവിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി കഴിഞ്ഞ ആഴ്ചയിൽ അമ്മയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട്, അമ്മയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് കരഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഓരോ ചൊവ്വാഴ്ചയും ഇതുപോലെ ഓരോ കുട്ടികളുടെയും ഈ സംസാരത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകത കേൾക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ചൊവ്വാഴ്ച നിൽക്കുക. അപ്പോൾ ഈ ചൊവ്വാഴ്ച എൻ്റെ പാച്ചുട്ടനാണ് വ്യക്തമായി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് നമ്മളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, അന്തോണീസ് പുണ്യാളനോടാണ് നമ്മൾ അഴുകാത്ത നാവ് അന്തോണീസ് പുണ്യാളുടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അധിക ഭാഗം അന്തോണീസ് പുണ്യാളനോടാണ് കേട്ടോ മധ്യസ്ഥം വഹിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാവിൻ്റെ കാര്യം ഇന്ന് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. ചൊവ്വാഴ്ചയാണല്ലോ നമ്മുടെ സെയിൻറ്റ് ആൻ്റണീസ് ഡേ, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും പറഞ്ഞത്. അങ്ങനെ ഫ്രിഡ്ജ് ഒതുക്കലിൻ്റെ ഭാഗമായിട്ട് ഞാൻ പെരുന്നാളിൻ്റെ വട്ടയപ്പം തൊട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ഇതുപോലെ കഴിഞ്ഞിട്ട് മുമ്പത്താഴ്ച. അപ്പം ഞാൻ പറയാറില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ള ദിവസം എടുക്കും. അപ്പോൾ ഇന്ന് ഞാനതെടുത്ത് ഫുൾ പൊടിച്ചു കേടൊന്നും വന്നിട്ടില്ല. വട്ടയപ്പല്ലേ ഫ്രിഡ്ജിൽ അന്ന് കയറ്റി വെച്ചിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ അന്ന് ആരും എടുത്തില്ല, ബാക്കി എല്ലാത്തിനും മുങ്ങിപ്പോയി ഫ്രിഡ്ജിൽ. അത് അങ്ങോട്ട് ഒരു മൂലയിൽ ഇരുന്ന് പോയി. ഞാൻ കട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആരും എടുത്തില്ല. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു വെച്ചോ, അത് മിക്സിയിലിട്ട് നന്നായി അടിച്ച് 2 ദിവസം മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചണ കറി ബാക്കിയുണ്ടായിരുന്നു മറ്റേ ബട്ടൂരയുടെ, അതെടുത്ത് നന്നായി മിക്സ് ചെയ്ത് അതാണ് ഇന്ന് അവർക്ക് ചോറിന് പകരം കൊടുത്തത് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം ഇതുപോലെ ബാക്കി വരുന്ന ചോറോ എന്തെങ്കിലും ഇപ്പോൾ എന്താണോ ബാക്കി വരുന്നത് അത് മിക്സിയിൽ ഇട്ടടിച്ച് പൊടിച്ച് കൊടുക്കും. അല്ല ബിസ്ക്കറ്റുകളുടെ ബാക്കിയാണെങ്കിൽ അതായിരിക്കും. അങ്ങനെയാണ് അവരുടെ ഒരു ഭക്ഷണ രീതി കേട്ടോ. പാല് കഴിഞ്ഞ് പിന്നെ കൊടുക്കുന്നത്. അങ്ങനെ അത് ശരിക്കും പറഞ്ഞ ഒരു പണി തന്നെയാണ്. പക്ഷേ എന്താ ചെയ്യാതെ ശീലിപ്പിച്ച് പോയി. ഞാൻ പറയും, ഡിംപിളിനോട് പറയും, നീ ഓരോന്ന് ശീലിപ്പിച്ചിട്ട് എനിക്കതൊരു പണിയായി എന്ന് പറയും കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് ഒതുക്കുമ്പോൾ അറിയാലോ, പാത്രങ്ങളൊക്കെ ഇപ്പോൾ കുറേ അങ്ങോട്ട് ഒഴിഞ്ഞ് കഴിഞ്ഞതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി തുണി തോരയിടാം, എന്നിട്ടാവാം അവർക്ക് കൊടുക്കലേന്ന് വിചാരിച്ചു. കാരണം ഇതിപ്പോൾ ആദ്യം സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ തുണി തോരയിട്ട് വരുമ്പോഴേക്കും ഡാഡി എണീക്കും, പിന്നെ ചായയുടെ പണിയുടെ സമയമാവും. അപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ തോരയിട്ട്, ഞാൻ പറഞ്ഞില്ല വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അധികം തുണികളൊന്നുമില്ല. ഒന്നാമത് ഞാനും ഡാഡിയും മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ.
അപ്പോൾ അങ്ങനെ തുണികൾ തോരിയിട്ട് കഴിഞ്ഞ് ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവരെ അഴിച്ചിട്ടു. ഞാൻ ആദ്യമേ അഴിച്ചിട്ടു. അങ്ങനെ അവർക്ക് ഇറച്ചിയുടെ ഭക്ഷണത്തിൻ്റെ മണം വന്നു തുടങ്ങി. അവർക്ക് പാൽ കൊടുത്തെങ്കിലും അവരാദ്യം പോവുക അവർക്ക് ഇഷ്ടം ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ചോറ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു ഇഷ്ടമില്ല അന്നത്തെ ദിവസം. അപ്പോൾ അത് എന്താ പറയുക, കുറച്ച് ഇങ്ങനെ വാരി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ കുട്ടികളുടെ പോലെ തന്നെ. അങ്ങനെ 5 മണിയാകുമ്പോഴേക്കും എൻ്റെ അങ്ങനത്തെ പരിപാടികൾ മുഴുവൻ കഴിഞ്ഞു. അങ്ങനെ ഡാഡി എണീറ്റു. ഞാനിപ്പുറത്തത് ചായ വെച്ചു. അപ്പോൾ ഡാഡി ബാക്കി സ്റ്റിക്കറുകൾ ഞാൻ ഇന്നലെ കൊണ്ടുവന്നില്ലേ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അത് 4 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ 4 എണ്ണം വീതം ഉണ്ടായിരുന്നു. അങ്ങനെ 2 സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇനിയിപ്പോൾ തികയാണ്ട് വരെ എന്തിനെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിം കിട്ടിയെന്ന് വരില്ല. ഇതിപ്പോൾ ബാക്കി വന്നാൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ഷീറ്റിന് 84 രൂപയാണ് അതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് വില ചോദിച്ചായിരുന്നു. ഒരു ഷീറ്റിന് ഇങ്ങനെ കാണുന്ന ഒരു ഷീറ്റിന് 84 രൂപയാണ് ആയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് മാത്രം ഒന്നൊരു ബോർഡർ പോലെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി അവിടെ വൈറ്റ് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ മാത്രം വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ 2 കളറായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഡാഡി ഇരുന്നിട്ട് ഒട്ടിച്ചു. അപ്പോൾ അകത്തുള്ളത് അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡിവൈനും ഡാഡിയും കൂടിയിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ പുറത്തുള്ളത് ഡാഡി ഒറ്റയ്ക്ക് അതിങ്ങനെ ഒട്ടിച്ചു. വലിയ ബുദ്ധിമുട്ടില്ല, മറ്റേതിൻ്റെ അത്ര ബുദ്ധിമുട്ട് ഇതിനില്ല. പിന്നെ അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യണം. ഇതാവുമ്പോൾ പിന്നെയും ഒന്ന് ഇത്തിരി അങ്ങോട്ടും കൂടെ ആയാലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാവും. പിന്നെ ഡിവൈനായാലും ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കുമ്പിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ സുഖമില്ല കുട്ടികളും ഒക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത് ഡാഡിക്ക് ചെയ്യാവുന്നതായതുകൊണ്ട് ഡാഡി ഞാനും കൂടി നിന്നിട്ട് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. എന്നാലും ഒരാൾ പണിയെടുക്കുമ്പോൾ ഒരാൾ കൂടെ നിന്ന് വർത്താനം പറയുമ്പോൾ അതിനൊരു സുഖമല്ലേ. എനിക്കിഷ്ടം അത്. നമ്മൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരാളൊക്കെ കൂടെ നിന്ന് സംസാരിച്ചാൽ നമുക്കതൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ആരെങ്കിലുമൊക്കെ അടുക്കളയിലുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയി ഇരിക്കാൻ വിഷമം. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. പിന്നെ ഈ ജനലയുടെ സൈഡാണ് കണ്ടോ ഫുള്ള് ഇങ്ങനെ ഇതായിട്ടുള്ളത്, സ്റ്റിക്കർ അല്ല ഈ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി ആ സ്റ്റിക്കറൊക്കെ വെട്ടുമ്പോഴേക്കും ഇവരിതേ 3 ആൾ കണ്ടു കാത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇവർക്ക് കൊടുത്തിട്ട് വരാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവർക്ക് സ്പെഷ്യലി വട്ടയപ്പവും ചണയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം അവർക്ക് ഇഷ്ടമാവാണ്ടിരിക്കില്ല. അപ്പോൾ നമുക്കൊന്ന് പിടിക്കാനായിട്ട് കിട്ടണമെങ്കിൽ അതിൽ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നാൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഞാൻ റവ എടുത്തിട്ട് കുറുക്കി വെച്ചത് കണ്ടില്ലേ നിങ്ങൾ, ഉപ്പുമാവിൻ്റെ പരുവത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയ കഷ്ണം എടുത്ത് ഇതിലിട്ടു. എന്നാലൊരു പിടുത്തം കിട്ടുള്ളൂ. ഇവർക്ക് വാരി കൊടുക്കണമെങ്കിൽ നമുക്കൊരു പിടുത്തം കിട്ടണം. ഈ മറ്റേ വട്ടയപ്പത്തിൻ്റെ പൊടി ഇങ്ങനെ പുട്ടുപൊടി പോലെ കിടക്കണം, ഇങ്ങനെ പുരുപുരാന്ന് കിടക്കണേ. അപ്പോൾ അങ്ങനെ അത് വയറ് നിറച്ച് കൊടുത്ത് ഞാൻ ഇവിടെ ഡാഡിയുടെ അടുത്ത് വരുമ്പോഴേക്കും ഡാഡി ജനലയുടെ 2 വശവും ഒട്ടിച്ചു. അപ്പോൾ ഈ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കട്ട്ളയുടെയും ജനലയുടെയൊക്കെ ആ ഗ്യാപ്പിലാണ് അവർ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് മെഡിസിൻ വെക്കുക. കാരണം അതിൽ കൂടെയാണല്ലോ, മരത്തിൻ്റെ അതിൽ കൂടെയാണല്ലോ വരിക. അപ്പോൾ അവിടെയും പിന്നെ ഈ താഴത്തെ എല്ലാ ജോയിൻറ്റിലുമാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി ചായ കുടിച്ചു. അപ്പോൾ ചായയും കുഴലപ്പം. അപ്പോൾ ഞാൻ കുഴലപ്പം കുതിർത്തി ഒന്ന് കഴിച്ചത് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഇടയിൽ ബിസ്ക്കറ്റ് കഴിച്ചു ഞാൻ. അങ്ങനെ സന്ധ്യയായി. അപ്പം ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കത്തിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതെടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക ചെയ്തിട്ട് ഫുൾ ടൈം കത്തിച്ച് ഇത് കഴിയോളം കത്തിക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചില്ല. കാരണം നമ്മളത് വെച്ചിട്ട് ഇന്നലത്തെ പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണിയാവില്ല, നമ്മളറിയില്ല അടിയിൽ. നമ്മൾ സംഭവം ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് പ്രാർത്ഥന എടുക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിലും ഈ ചൂടിറങ്ങണത് നമ്മളുടെ ശ്രദ്ധയിൽ പെടില്ല. നമ്മളത് അവിടെ കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോവും. പക്ഷേ പിന്നീട് അത് ആ ചൂടിറങ്ങുമ്പോഴാണ് നമ്മൾ കാണുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനത് തുടക്കത്തിലെ അത് കുറച്ച് ആയപ്പോൾ ഞാനതങ്ങോട്ട് മാറ്റി വെച്ചു. ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ കമ്മലുകളാട്ടോ, ഭയങ്കര ഭംഗിയാണ്. അത് കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിങ് ആട്ടോ. ഇത് ലൈറ്റിൻ്റെയാണ് കേട്ടോ, ഒരു വേറെ കളർ തോന്നുന്നത് കറക്റ്റ് ഗോൾഡ് തന്നെയാണ്, ഗോൾഡിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. ഫോട്ടോ എടുത്ത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്, അത് ലൈറ്റിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ എൻ്റെ ചേച്ചിയുടെ കുട്ടികളുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഇതുപോലത്തെ കമ്മലുകളായിരുന്നു, ഇങ്ങനെ ഈ ട്രഡീഷണൽ ടൈപ്പ് കമ്മലുകളായിരുന്നു. നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ മോഡൽ മാലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം എന്ന് വെച്ചിട്ട് സെറ്റുള്ള മാല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ റൂബിയൊക്കെയുള്ള മാലകൾ. അപ്പോൾ അതിന് സെറ്റായിട്ടിടാം. അങ്ങനെ ഞാൻ അതൊക്കെ ഒതുക്കി വെച്ച് വരുമ്പോഴേക്കും ഇവിടെ ചേട്ടൻ എന്നേനും കൂടെ കളിക്കുക. അപ്പോൾ ഞാൻ
തോമൂനോട് ഇടയ്ക്ക് പറയും ചാക്കോച്ചൻ്റെ കൂടെ കളിക്കടാന്ന് പറയും. അപ്പോൾ ഇടയ്ക്ക് ഒളിച്ച് കളിക്കും, ചിലപ്പോൾ ഓടിക്കളിക്കും. അപ്പോൾ പാച്ചു ഉണ്ടെങ്കിൽ പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ചാക്കോച്ചനെ കളിപ്പിക്കാനായിട്ട്. തോമൂനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഉച്ചയ്ക്ക് ശരിക്കും ഒരു 1:30 തൊട്ട് ഒരു 7 മണി വരെ അവനാണ് തോമൂനെ കളിപ്പിക്കണത് ഒരു മുകളിൽ. അപ്പോൾ അവനും ഉണ്ടാവില്ലേ, കുട്ടികളല്ലേ. അപ്പോൾ കുറച്ച് നേരം ഞാൻ പറഞ്ഞൊന്ന് കളിപ്പിക്കടാന്ന് പറഞ്ഞു. കാരണം ഇവൻ്റെ പണി എന്താ വെച്ചാൽ ചാക്കോച്ചൻ്റെ പണി എന്താ വെച്ചാൽ ഞാനിവിടെ ചെയറിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ചെയർ വലിച്ച് വാരിയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, വീഴാവോ എന്നുള്ള പേടിയാണ്. 1-2 വട്ടം വീഴുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഞാൻ പറയും ഇപ്പോൾ കുറച്ച് നേരം അധിക ഭാഗം മുറ്റത്തേക്ക് ഇറക്കും ഞാൻ. പിന്നെ നല്ലോണം സന്ധ്യയാകുമ്പോൾ ഇരുട്ടാകുമ്പോൾ അകത്തേക്ക് കയറ്റും. അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര അസ്വസ്ഥതയാണ്. പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും മുകളിൽ കയറണം. അങ്ങനെയാണ് അവൻ്റെ പണിയിട്ടോ. അപ്പോൾ അതേ ചേട്ടനും അനിയനും ഒളിച്ച് കളിക്കുകയാണ്. അപ്പോൾ പുതിയ തരം ഒളിച്ച് കളിയാണ് കേട്ടോ. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ സാധാരണ എങ്ങനെ വെച്ചാൽ നേരം കിട്ടുമ്പോൾ ഞാൻ വാതിലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒളിക്കും. ചാക്കോച്ചൻ എന്നെ കാണാൻ വരും. അവന് ഭയങ്കര ഇഷ്ടമാണ്, ഒളിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ നേരം കൊണ്ട് ഡിവൈൻ അപ്പുറത്ത് കറിയൊക്കെ വെക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നാളേക്ക് പുട്ടും ചെറുപയറാണ്. കടല നോക്കിയപ്പോൾ കടല കഴിഞ്ഞേക്കണം. അപ്പോൾ ചെറുപയർ ഞാൻ പറയും ചെറുപയർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപയർ ഇട്ടപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട്, അപ്പോൾ ഇറച്ചിയായിരുന്നു കറി. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇതെടുത്തിട്ട് ഒരൊറ്റ ചപ്പാത്തി മാത്രം. ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഇറക്കാൻ പറ്റുന്നില്ല. എന്നാലും എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പല്ലല്ല, തൊണ്ണുമ്മയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പല്ലാണെങ്കിൽ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, ഇതൊട്ടും പറ്റണില്ല. അപ്പോൾ ഞാൻ വേഗം എണ്ണയെടുത്ത് തലയിൽ നല്ലോണം എണ്ണയിട്ടതിന് ശേഷം ബാക്കി പണികൾക്ക് നിന്ന് അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാളൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ സ്ഥിരം ഈ സമയത്ത് തന്നെയാണ് കേട്ടോ എണ്ണയിടുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ജാനീസിൻ്റെ എണ്ണയാണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. ഈ ഒരു മാസമായിട്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഈ ചെടികൾ ഒന്ന് നനയ്ക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ സന്ധ്യ നേരത്താണ് നനയ്ക്കുക. രാത്രി കിടക്കണതിൻ്റെ മുമ്പാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യട്ടെ. അകത്തുള്ള ചെടികളൊക്കെ ഞാൻ രാത്രി ആകുമ്പോഴാണ് നനയ്ക്കുക. കിടക്കണതിൻ്റെ തൊട്ട് മുമ്പ് നനച്ചിട്ട് ഞാൻ കെടുക്കുക ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല ഈർപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് നേരം വെളുക്കുമ്പോഴേക്കും അതങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ അതിലെന്തോരം ശരിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് അകത്തുള്ള ചെടികൾക്ക് രാത്രി വെള്ളം ഒഴിക്കുക നല്ലതെന്ന്. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞത് ഒരു സാമ്പ്രാണി കൂടി കത്തിച്ചതിന് ശേഷമാണ്. അത് ഞാൻ ഡിമ്പിളുടെ റൂമിലും ഒരെണ്ണം കത്തിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നാളെ വരികയായാലും ഇന്ന് ഫ്രഷായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ എപ്പോഴും ഞങ്ങളെല്ലാവരും ചെയ്യണതാണ്. മുകളിലായാലും കത്തിച്ച് വയ്ക്കും, കോണിയമ്മ കത്തിച്ച് വയ്ക്കും. അപ്പോൾ സന്ധ്യ നേരത്തെ അത് കത്തിച്ചിട്ട് അതിൻ്റെ ആ പുകയും അതിൻ്റെ ആ ഒരു സ്മെല്ലും അകത്ത് നിൽക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു മനസ്സിനൊരു കുളിർമത പോലെ കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഈ സാമ്പ്രാണിയുടെ മണവും ആ പുകയും ഒക്കെ വരുമ്പോൾ നമ്മളൊരു എന്താ പറയുക നല്ലൊരു നല്ലൊരു അനുഭവമാണ്. എനിക്കെങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ദേ പതിവ് പോലെ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ വെച്ച്, കാരണം തൊണ്ട വലിയ സുഖമില്ല. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ വട്ടം ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് എന്താ പറയുക തൊണ്ട ഒന്ന് ശരിയാക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ആക്കിയിട്ടാണ് നിന്നത് കേട്ടോ. ഇപ്പം ഈ ഇളക്കണ ചായയൊക്കെ ഞാൻ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ടും തൊണ്ടയ്ക്ക് വലിയ സുഖമൊന്നുമില്ല. എന്നാലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പ് അത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടും ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കായിരുന്നത്. കാരണം ഇന്ന് പതിവില്ലാണ്ട് രാത്രി ഒരു 3-4 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ സമയം അവിടെ പകലാണെങ്കിൽ നമുക്കാണ് ഇവിടെ രാത്രി. അപ്പം ഞാൻ എങ്ങനെയാണ് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കാര്യങ്ങളും കൂടി ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൂടുള്ള കാപ്പി കുടിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി. ഇപ്പോൾ വീണ്ടും കുറേ നേരം നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോഴേ അത് നമുക്കറിയാലോ അസ്വസ്ഥത. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ കണ്ടു, നല്ല വെളിച്ചം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ മെയിൻ റോഡിലെ മറ്റേ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ലൈറ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് പരിയപ്പുറത്തേക്ക് ഭയങ്കര വെളിച്ചമാണ്. പരിയപ്പുറത്ത് മാത്രമല്ല ഫ്രണ്ടിലൊക്കെ നല്ല വെളിച്ചം. ഇത് ഭയങ്കര ഉയരത്തിൽ നിറച്ച് കത്തി നിൽക്കുകയല്ലേ. അങ്ങനെ അപ്പം ഞാൻ ഇങ്ങോട്ട് കിടന്നപ്പോഴേക്കും പാത്രങ്ങളൊക്കെ ഒരുവിധം ഉണങ്ങി. ഞാൻ ഫ്രിഡ്ജ് ഒതുക്കിയത് കുറച്ച് നേരത്തെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കിയെടുത്ത് വെച്ചു. ഇവിടുത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു. പട്ടിയുടെ ഇറച്ചി വേവിക്കൽ കഴിഞ്ഞു, വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം അങ്ങനെ ഉള്ള പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കിടന്നു. അപ്പോൾ കിച്ചണിലും ഈ പറഞ്ഞ പോലെ എല്ലാതും അവസാനിച്ചിട്ടാണ് ഞാൻ പട്ടികളുടെ ഇറച്ചി കൊടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അത് സമൃദ്ധിയായിട്ട് മാതാവ് തന്നു.
അപ്പോൾ രാവിലെ ആയാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരം നന്ദി പറയുന്നു. അതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഇഷ്ടം പോലെ നമ്മൾ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പറയാറില്ല. നമ്മൾ അമ്മമാരോട് എന്താണോ ചോദിക്കുക അതുപോലെ മാതാവിനോട് ചോദിക്കുക. അതുപോലെ തന്നെ ഓരോ മധ്യസ്ഥന്മാരോടും ചോദിക്കുക. അത്രയേ ഉള്ളൂ. അതാണ് പ്രാർത്ഥന. നമ്മൾ യാചിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയാണ് എനിക്കറിയുന്നത്. എൻ്റെ ഒരു കുഞ്ഞറിവ് വെച്ചിട്ട് ഞാൻ പറയണതാട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനോ എടുക്കാനോ ഒന്നും അറിയുന്ന ആളല്ല. നമ്മളുടെ കാരണന്മാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ എൻ്റെ വായേന്ന് അറിയാണ്ട് വന്നു പോണതാണ്. ഇനി അതിൽ വല്ല തെറ്റൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു, എല്ലാം അവസാനിച്ചു എന്ന് വെച്ചിട്ട്, അപ്പം ഞാൻ പറഞ്ഞില്ല എല്ലാം കഴിച്ചിട്ട് വന്നതാണ്. പക്ഷേ എനിക്കത് പറ്റിയില്ല. കുറച്ച് നേരം കൂടി ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ വീണ്ടും അടുത്ത ഓർഡറും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. കാരണം നാളെ രാവിലെ തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ പേസ്റ്റൽ കളേഴ്സാണ്. ഗ്രീനും ഉണ്ട്, പിങ്കും ഉണ്ട്. ഇതിൻ്റെ തന്നെ സ്റ്റഡും ഉണ്ട്, ഇതിൻ്റെ തന്നെ വളയുണ്ട്, പിന്നെ 2 ലെയറിൻ്റെ മാലയുണ്ട്. അത് ഏത് വേണമെങ്കിൽ ഉണ്ട് ഈ പേസ്റ്റൽ ഷെയ്ഡുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഈ 2 കളറാണ്. ഇനി മിക്സഡ് വന്നിട്ടുണ്ടെന്നാണ് ഡാഡി പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. ഡാഡി പറയുന്നുണ്ടായിരുന്നു പിങ്കും ഈ ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മാല വന്നിട്ടുണ്ട്, അത് പ്ലേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഈ മാല എന്നോട് കണ്ടമാനം പേര് ചോദിച്ചു. 1-2 പേര് പേ ചെയ്തു. പക്ഷെ അത് ആരാണ് എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ആരാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ നോക്കിയിട്ടാണ് ഞാൻ അഡ്രസ്സും കാര്യങ്ങളും എഴുതുക. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ബാങ്ക് ത്രൂ, അക്കൗണ്ട് ത്രൂ ആണ് ഇട്ടിരിക്കണേന്ന് തോന്നുന്നുണ്ട്. അപ്പം മെസ്സേജാണ് വന്നേക്കണം. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയണില്ല. അപ്പോൾ ആരോ 2 ആളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്നവരിൽ അവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹലോ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ മെസ്സേജ് കാണാം. ഇത് കുറേ മെസ്സേജുകൾ മുകളിൽ വന്ന കാരണം ഇതിലാരാണ് ഇത് പറഞ്ഞതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഡാഡി ഇന്നും പറഞ്ഞു അത് ആളെ കിട്ടിയോ. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല ആരാന്നുള്ളത്. അപ്പം ഞാൻ സാധാരണ സ്റ്റാറ്റസിലും ഇടാറുണ്ട് ഇന്നാൾ ഇത് ചോദിച്ച ആൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇത് കൂടെ ചോദിക്കുകയാണ് കേട്ടോ. ആരാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നൊരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം പിന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും മുകളിൽ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ. അപ്പം നാളെ ഒച്ചും പാച്ചും വരികയാണെങ്കിൽ പിന്നെ വീണ്ടും ബഹളം തുടങ്ങുകയായി. അവരില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അനക്കം ഉണ്ടാവില്ല. ഒരു ചാക്കോച്ചനാണ് വിഷമം. ചാക്കോച്ചൻ കിടന്ന് ഇങ്ങനെ ഓടീൻ്റെ അടുക്കുക എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട്. ഓച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ പിള്ളേരെ നോക്കാനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ പിന്നെ അവർക്കും നേരം പോവും, നമുക്കും നേരം പോവും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.